ബഹാവുദ്ദീൻ നദ്വി സാറെ ചാനലുകളിലൊക്കെ ഒന്നായിട്ട് ആക്രമിക്കുന്നത് കണ്ട് അദ്ദേഹം ഒരു പ്രോഗ്രാമിൽ ഇസ്ലാമിലെ ബഹുഭാര്യത്വവും നബിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിലവിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരുപാട് അവിഹിതങ്ങളും കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടക്കണവുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞപ്പോൾ ഇതിലെ പല ചാനലുകളും അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രൂപമാണ്. ഇത് ഏത് നൂറ്റാണ്ടെന്നാണ് ഇദ്ദേഹം വരുന്നത്, ഇത്രയും വലിയ പണ്ഡിതമൊക്കെ ഉണ്ടായിട്ട് ഇത്രയും കാലത്തൊന്നും അറിഞ്ഞിട്ടില്ല, ഒരു ലോഡ് പുച്ഛം മുഖത്ത് വാരിച്ച് വെച്ചിട്ടാണ് പല ചാനലുകളും ഇത് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ബഹാവുദ്ദീൻ സാർ അങ്ങനെ ആക്രമിക്കേണ്ടതുണ്ടോ അഷ്റഫ് ഖാൻ? അല്ല, ഡോക്ടർ ബഹാവുദ്ദീൻ സാറ് പറഞ്ഞൊരു കാര്യം, ആ ആശയം എല്ലാ അർത്ഥത്തിലും ശരിയാണ്. രണ്ട് കാര്യത്തെപ്പറ്റി പറഞ്ഞു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ടും ഈ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അത് സമീകരിച്ച് അദ്ദേഹം പറഞ്ഞ ആശയത്തെ ഒരു നിലക്കും എന്ത് ചെയ്യേണ്ടതില്ല, അതിൽ തിരുത്തേണ്ട കാര്യമോ ഒന്നുമില്ല. എന്നാൽ അത് പറഞ്ഞ കാര്യത്തെ മീഡിയകൾക്ക് വളച്ചൊടിക്കാനുള്ള ചില പഴുതുകൾ അതിലുണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ക്ലിയർ ആക്കാവുന്നതേ ഉള്ളൂ. ഈ വിഷയത്തിൽ കോംപ്രമൈസ് ഇല്ലാതെ തന്നെ ക്ലിയർ ആക്കാവുന്നത്. അതിലിപ്പോൾ എന്താ വെച്ചാൽ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥന്മാർ, അതുപോലെയുള്ള ആളുകളൊക്കെ ഇവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അവിഹിത ബന്ധങ്ങളില്ല, ഇല്ലാത്തവർ കൈപൊന്തിക്കണം എന്ന് പറഞ്ഞാൽ ആർക്കാ കൈപൊന്തിക്കാതിരിക്കാൻ പറ്റുക? അപ്പോൾ അതിന് മൊത്തത്തിൽ എല്ലാവരും അങ്ങനെയാണ് എന്നൊരു അടച്ചാക്ഷേപിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്തു, ആ ഒരു സംസാരത്തിൻ്റെ ഒരു ഇത് വേണമെങ്കിൽ മീഡിയകൾക്ക് ചിത്രീകരിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ട്, ഒരു പഴുത് കിട്ടിയിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സംസാരം മൊത്തം കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാവരും ഉദ്ദേശിച്ചതല്ല, അത് ഈ ഒരു പ്രത്യേക സംഗതി എടുത്ത് പറഞ്ഞു തന്നെയാണെന്നുള്ള അത് ആ വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഈ അദ്ദേഹം പറഞ്ഞ മാറ്റർ ഒരിക്കലും എന്തല്ല ഇവിടെ വിമർശിക്കപ്പെടേണ്ട ഒരു മാറ്റർ അല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ മാധ്യമങ്ങൾ ഇത് വിവാദമാക്കിയതിന് പിന്നിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിലെ ബഹുഭാര്യത്വം, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം, ഇത് രണ്ടും ഇവർക്ക് എന്നൊരു പ്രശ്നമാണ്. അതായത് ബഹുഭാര്യത്വത്തിനെ കളിയാക്കുക, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തിന്റെ പ്രായം, ആയിഷ ബീവിന്റെ പ്രായത്തെ കളിയാക്കുക, അത് ഇവിടെ മാധ്യമങ്ങൾ കുഴലൂതലുണ്ട്. അതോടൊപ്പം എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് ടീം അതായിട്ട് എന്തുണ്ട്, ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓൺലൈൻ മീഡിയകളിൽ വന്നുകൊണ്ട് തെറി പറയാത്ത ദിവസങ്ങളില്ല, ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ പണ്ഡിതന്മാർ കേൾക്കും, പ്രഭാഷകന്മാർ മനസ്സിലാക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അവരൊരു പ്രഭാഷണത്തിൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യും, അഡ്രസ് ചെയ്യും. അത് സ്വാഭാവികം. ഇപ്പൊ എല്ലാവരുടെ പ്രസംഗത്തിലും ആ കാര്യങ്ങൾ വരുന്നതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക, ആ പ്രായത്തെ കളിയാക്കിക്കൊണ്ടിരിക്കുക, അതേപോലെ ബഹുഭാര്യത്വത്തിന്റെ വിഷയത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുക. അത് എത്ര ലക്ഷക്കണക്കിന് വ്യൂവേഴ്സാണ് ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ അകപ്പെട്ടുകൊണ്ട് അത് വസ്തുതയല്ലേ, സത്യമല്ലേ, അത് ശരിയല്ലേ എന്ന് വിചാരിക്കുന്ന ആളുകൾ ഒരു പക്ഷെ ഉണ്ടാവും. അപ്പൊ അതിനും മറുപടി പറയാന്നുള്ളതും അത് നാട്ടിലുള്ള വിഷയങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ മറുപടി പറയാന്നുള്ളത് പണ്ഡിതന്മാർ സ്വീകരിക്കുന്ന രീതി തന്നെയാണ്.